പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ 9 ബലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബലങ്ങളുണ്ടോ? ഈ ബലങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജഡത്തിലും ഉണ്ടാകുന്ന ബലങ്ങളല്ല. ഈ ഓരോ ബലങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ ഈ ബലങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ ദൈവം സർവശക്തനാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാ പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങി ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ നിന്നെ നിറച്ച് ആത്മാവിന്റെ ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നിലവാരത്തിൽ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ബലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. വളരെ വ്യക്തമായി വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരു വ്യക്തി യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം വരും. ആ ഫലം നിലനിൽക്കുന്നതായിരിക്കും. അത് ഓരോ സെക്കൻഡിലും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ദൈവസന്നിധിയിൽ കീഴടങ്ങാൻ തയ്യാറായാൽ ഈ ഫലങ്ങൾ നിന്നിൽ നിന്നും പുറപ്പെടും. മറിച്ച് വചനം കേട്ട് കൈക്കൊള്ളാതെ പോകുന്നവന്റെ അവസ്ഥയും പറഞ്ഞിരിക്കുന്നു. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നീ ഒരുപക്ഷെ ഭാരത്തോടും വേദനയോടും നടുവിലായിരിക്കാം. നിന്റെ പ്രശ്നങ്ങളെല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഇന്നു മുതൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാളായി മാറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.